ബ്ലാക്ക് ഇതിൻ്റെ അബവ് പ്രൈസ് താഴെ വന്നിട്ട് പിന്നെ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോയിട്ട് സസ്റ്റെയിൻ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടും. യെസ്, കഴിഞ്ഞു ഇതിൻ്റെ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ലെവൽസ് കാര്യങ്ങൾ ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ഇനി റെസിസ്റ്റൻസ് ഇതായിരിക്കും, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും. 1 2 3 സ്ട്രക്ചർ അതൊന്ന് ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കാൻ തുടങ്ങിക്കും. ബാക്കിയെല്ലാം പിക്ചർ ഈസിലി സ്മൂത്തായിട്ട് ക്ലിയർ ആവും കേട്ടോ. യെസ്, സെൻസെക്സിൽ പക്ഷേ അധികം ഗ്യാപ്പ് കാണുന്നില്ല. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇരിക്കട്ടെ, എന്തായാലും കുറച്ചുകൂടി താഴേക്ക് വരട്ടെ. പ്രൈസ് എന്തായാലും താഴേക്ക് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ സ്ട്രക്ചറിൽ. മേ ബി ഇപ്പോൾ ഈ വീക്കിൽ ഐ തിങ്ക് കുറച്ചുകൂടി നമുക്ക് ക്ലിയാരിറ്റി കിട്ടും. നമ്മൾ ബിഗർ ടൈം ഫ്രെയിമിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് മുറാഫ് ഞാൻ ഷെയർ ചെയ്ത ലെവൽസ് കാര്യങ്ങളൊക്കെ പക്കാണോ ഇല്ലയെന്നും കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇത് എൻഡിങ് ഡയഗണൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, സോറി ലീഡിങ് ഡയഗണൽ. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ എന്തായാലും പ്രൈസ് താഴേക്ക് തന്നെ വരും. ഗ്യാപ്പ് അപ്പ് പോലെ അല്ല, കറക്റ്റ് ആ റെസിസ്റ്റൻസ്. ഇത് ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്ത ഇതാണ് ഇത്, ലെവൽസും പിന്നെ ഇതൊക്കെ എല്ലാം ഈ ലീഡിങ് ഡയഗണലുടെ ആ ഒരു പാറ്റേൺ കണ്ടോ. പ്രൈസ് എക്സാക്റ്റ് ഫോൾ എന്തായാലും ഇവിടെ വന്നിട്ടാണ്. ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? എൻ്റെ മാജിക് അല്ല, എലിയറ്റ് വേവിൻ്റെ ആണ്. ഞാനത് പറയുള്ളൂ. ഞാനിതൊക്കെ ആയി വരുന്നുള്ളൂ. ഇതൊക്കെ എല്ലാം എലിയറ്റ് വേവാണ്.